ഹൈന്ദവ ദൗത്യം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മിഷനാണ്. അല്ലാതെ ഭിന്നിപ്പിക്കലല്ല, ശത്രുക്കളാക്കലല്ല, മനുഷ്യരെ ഭിന്നിപ്പിക്കലല്ല. എല്ലാ മനുഷ്യർക്കും ഇടമുണ്ടെന്നും എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഇത്രമാത്രം ഡിനോമിനേഷൻസ് ഉള്ള വേറൊരു റിലീജിയൻ ലോകത്തെങ്ങുമില്ല. വ്യത്യസ്തതകളുള്ള എത്ര ജാതികൾ, ഉപജാതികൾ എല്ലാമുണ്ട്. എത്ര ആരാധനാക്രമങ്ങളുണ്ട്. ഞാൻ ആരാധിക്കുന്നത് പോലെയാണ് വേറൊരാൾ ആരാധിക്കുന്നത്. എൻ്റെ ദൈവമാണോ വേറൊരാളുടെ ദൈവം? ഇത്രമാത്രം മതത്തിനുള്ളിൽ ഇത്രമാത്രം ഡിനോമിനേഷൻസ് ഉള്ള, വൈവിധ്യങ്ങളുള്ള വേറൊരു മതമില്ല. അപ്പൊ എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവായ ഒരു നേച്ചർ ഈ മതത്തിനുണ്ട്. ഋഷിവര്യന്മാരുടെ തപസ്സുകൊണ്ട് അവരതിന് മനോഹരമായ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യാതിരുന്ന മാത്രം മതി. മതങ്ങളെ പലപ്പോഴും തകർത്തിട്ടുള്ളത്, എല്ലാ മതങ്ങളെയും തകർത്തിട്ടുള്ളത് പൗരോഹിത്യമാണ്. പൗരോഹിത്യം ഭരണകൂടവുമായി ഗൂഢാലോചന നടത്തി മതങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം, ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം കാലാകാലങ്ങളിൽ ഭരണകൂടവുമായി ഗൂഢാലോചന നടത്തി അവരുടെ സൗകര്യത്തിന് മതപരമായ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഈ ഭരണകൂടവുമായി മതങ്ങൾക്കുള്ള ബന്ധം വലിയ കുഴപ്പമാണ്. അതാണ് പ്രശ്നം. എല്ലാ മതങ്ങൾക്കുള്ള പ്രശ്നം അതാണ്. യഥാർത്ഥ മതത്തിന്റെ സത്ത, അതിന്റെ അന്തസാരം, അത് മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റുന്ന മതം ഹിന്ദു മതമാണ്. അതിന്റെ സനാതന ധർമ്മം എന്നുള്ള കൺസെപ്റ്റ്, ഇന്ന് സനാതന ധർമ്മത്തേക്ക് ചിലർ സ്റ്റേജിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കുന്ന കേട്ടാൽ നമ്മൾ തലേ കൈവച്ചു, ഇതാണോ നമ്മളറിഞ്ഞ സനാതന ധർമ്മം എന്ന് നമ്മൾ വിചാരിച്ചു. അതൊന്നുമല്ല, അവരതിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. അതിനൊക്കെ വിശാലമായ, നമ്മുടെ അതിരുകളില്ലാത്ത ആകാശം പോലെ വിശാലമായ കാഴ്ചപ്പാടാണ്. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന ഒന്നാണ്. ആ ഒരു ചർച്ചകളിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങൾ കൊണ്ടുപോകേണ്ടത്.